നമസ്കാരം. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 ആണ്ട് ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തെ വിഷുഫലമായി പറയുന്നത്, ജാഗ്രതയോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും, വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളാണെങ്കിൽ പോലും ആഗസ്റ്റ് മാസം മുതൽ അതിന് പ്രാരബ്ധവും ഭാരവും ചുമതലകളും വർദ്ധിക്കുവാനാണ് യോഗമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പല ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും ആവുന്നതും പിന്മാറുന്നതും നന്നായിരിക്കും. അഥവാ ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ സഹപ്രവർത്തകരുടെ സഹകരണം ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യത്താൽ ഇരട്ടി ചെലവ് അനുഭവപ്പെടും. പല പ്രകാരത്തിലും ചുമതലകൾ വർദ്ധിക്കുന്നത് വഴി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ കുറവായതിനാൽ കുടുംബാംഗങ്ങളെ വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ജന്മനാട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതോ, ഉള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലയ്ക്ക് പണം മുതൽ മുടക്കുന്നതോ ഈ ആഗസ്റ്റ് മാസം മുതൽ അത്ര ഉചിതമല്ല എന്നതാണ് പറയേണ്ടത്. പലപ്പോഴും മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതും അനുസരിക്കുന്നതും ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം വന്നു ചേരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ്. പരീക്ഷ നിരീക്ഷണങ്ങൾ, സന്ധി സംഭാഷണം, സ്വന്തം നിലയിൽ തീരുമാനം, പരീക്ഷ സ്വീകരിച്ചുകൊണ്ട് തീരുമാനിക്കുക മുതലായവയൊക്കെ തന്നെ പരമാവധി ഈ ആഗസ്റ്റിന് മുൻപ് നന്നായിരിക്കും. അഥവാ അതിനുശേഷമാണ് വേണ്ടി വരിക എന്ന് വരികിൽ പരാജയ ഭീതിയുള്ളതിനാൽ അവസരം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുള്ള ഈ വക പദ്ധതികളാണെങ്കിൽ 2017 ആഗസ്റ്റ് മാസത്തിന് ശേഷം മാത്രമായിരിക്കും നന്നാവുക. ബന്ധുമിത്രാദികളുടെ ആഗമനം പലപ്പോഴും വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പല പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങളുണ്ടായി തീരുവാനിടയുണ്ട്. ആയതിനാൽ ഏതൊരു കാര്യങ്ങൾക്കും വളരെ നിർബന്ധമായിട്ട് നിയന്ത്രണം വേണം എന്ന് മാത്രമല്ല, അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടിയതല്ലാതെ ഒരു പ്രവൃത്തികളിലും ഏർപ്പെടരുത്. പ്രത്യേകിച്ച് സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് നന്നായിരിക്കും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. എന്നാൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും മാതാപിതാക്കളുടെ ഉപദേശങ്ങളും സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഫലം, ജീവിതത്തിന് ഉതകുന്ന വിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള മേഖലകൾ വന്നു ചേരുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും വഴിയൊരുക്കും. കാർഷികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമാകുമെങ്കിലും ഉദ്യോഗ അനുമതിയോടുകൂടിയതായിട്ടുള്ള വിദേശയാത്ര ഏറെക്കുറെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വർഷത്തിൽ ജോലി ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് നല്ല ഫലങ്ങളായി പറയുന്നത്. ഇതാണ് വിശാഖ നക്ഷത്രക്കാരുടെ ഈ 2016 ആണ്ടിലെ വിഷുഫലമായി പറയുന്നത്. നമസ്കാരം.